ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഈ സഭയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്തദാസനെയും കുടുംബത്തെയും പ്രത്യേകം വന്ദനം ചെയ്യുന്നു. എൻ്റെ വാത്സല്യ സഹോദരൻ ഫിന്നി കുടുംബം ഇവിടെ ഉണ്ട്. തന്നെ ഓർത്ത് ഞാൻ ദൈവത്തിന് പ്രത്യേകമായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സൂം മീറ്റിംഗ് പങ്കുചേർന്നിരിക്കുന്ന മുഴുവൻ വിശ്വാസികളെയും മുഴുവൻ പ്രിയപ്പെട്ടവരെയും ഓർക്കുകയും കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചെയ്യുകയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ മഹാബാധയിൽ നമ്മളെല്ലാവരും കടന്നു പോകുന്നു. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കൂടെ എല്ലാവരും ആകുന്ന ഈ സമയങ്ങളിലൊക്കെ നമ്മളെ കാക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ കൃപ ധാരാളമായിട്ട് അനുഭവിപ്പാൻ ഈ ദിവസങ്ങളിലൊക്കെ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഈ സൂം മീറ്റിംഗില് വിവിധ നിലകളിൽ പങ്കുചേർന്നിരിക്കുന്ന വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട്, വീടുകളിൽ ഇരുന്നു കൊണ്ട്, ഒരു പക്ഷേ ജോലി സ്ഥലങ്ങളോ എവിടെയാണോ അവിടെയൊക്കെ ഇരുന്നു കൊണ്ടാണ് പലരും എല്ലാവരും പങ്കുചേർന്നിരിക്കുന്നത്. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് മുമ്പിൽ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ മുഖാന്തരമായ സഹോദരനെ, എൻ്റെ പ്രിയ വാത്സല്യ സഹോദരനെ ഞാൻ പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചാട്ട് ദൈവസന്ധി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ നമ്മെ തന്നെ എത്തിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് എളിയദാസന്മാർ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പ അങ്ങയുടെ സന്ധിയോട് അടുത്ത് വരുവാൻ ഞങ്ങൾക്ക് തരുന്ന എല്ലാ അവസരങ്ങളും അങ്ങയുടെ ദാനങ്ങളാണല്ലോ കർത്താവേ. പുകഴുവാനൊന്നുമില്ല, പ്രശംസിപ്പാനൊന്നുമില്ല, ആകുന്ന കൃപയെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് ആ കൃപയ്ക്കായി സ്തോത്രം. ആ കൃപ പിന്നെയും ധാരാളമായി അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പുസ്തകങ്ങൾ തുറന്നാട്ട് 1 പത്രോസിന്റെ ലേഖനം 5-ാമത് അധ്യായം, 1 പത്രോസിന്റെ ലേഖനം 5-ാമത് അധ്യായം. വളരെ പരിചിതപ്പെട്ട ചില ഭാഗങ്ങളാണ് ചിന്തിക്കുന്നത്. 1 പത്രോസിന്റെ ലേഖനം 5-ാമത് അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 1 പത്രോസ് 5:7. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്ന ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലെ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്ന ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലെ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്ന. അപ്പൊ നമ്മൾ വേദപുസ്തക ഉടനീളം ചിന്തിക്കുമ്പോൾ കരുതുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത് അധ്യായം. പുസ്തകങ്ങളൊക്കെ തുറക്കുക. എഴുതുന്ന കുറിക്കുന്ന സ്വഭാവം ഉള്ളവരുണ്ടെങ്കിൽ ഒരു പേനായും പേപ്പറും ഒക്കെ എടുത്ത് വെച്ച് അന്ന് കുറിക്കുന്നതും പിന്നത്തേതില്ലാതെ ഒക്കുമെങ്കിലും നോക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കത് ഓർമ്മയിൽ നിൽക്കുവാൻ സഹായിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത് അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അതിന് നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പകരം നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കണം. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. സങ്കീർത്തനം 5:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും അനുവദിക്കുകയില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. ആകാശത്തിലെ പറവകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയില് കൂട്ടിവെക്കുന്നില്ല. ആകാശത്തിലെ പറവകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയില് കൂട്ടിവെക്കുന്നില്ല. പക്ഷേ എങ്കിലും
സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. ദൈവം അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവർ അല്ലയോ? അപ്പം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക. അവൻ നിന്നെ പുലർത്തും. പുലർത്തുന്ന ദൈവം, കരുതുന്ന ദൈവം. നമ്മൾ രാത്രി ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് വേദപുസ്തകത്തിന്റെ ചില ചിന്തകളെ ചിന്തിക്കുന്നത്. പുലർത്തുകയും കരുതുകയും ചെയ്യുന്ന ദൈവം. വേദപുസ്തകം നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് തേരഹും തന്റെ പൗത്രനായ ലോത്തും മകനായ അബ്രഹാമും തന്റെ മകളായ സാറയും കൂടെ പുറപ്പെട്ടു വരുന്നുണ്ട്. അവര് പുറപ്പെട്ടു വന്നിട്ട് ഹാരാനി വരുന്നു. ഹാരാനി വെച്ച് അവരവിടെ താമസിക്കും. തേരഹ് ഹാരാനി വെച്ച് മരിക്കുന്നു. 12-ാം അധ്യായത്തില് തേരഹ് മരിച്ചതിന് ശേഷം ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ 75 വയസ്സ് പ്രായമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിലാണ് 75 വയസ്സ്. തേരഹ് മരിക്കുന്നതിനും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് നമുക്ക് കൃത്യം അറിയില്ല. ഒരു പക്ഷേ തേരഹ് ആ ബാബിലോണിയ ആരാധനയുടെ ഒരു ബാക്കി പത്രങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരിക്കാം. എനിവേ, തേരഹ് മരിച്ചു. അവിടുന്ന് പുറപ്പെട്ടു വന്നിട്ട് ദൈവം തന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. 16-ാം അധ്യായത്തിൽ എത്തിയുമ്പോൾ 85 വയസ്സായി. മക്കളുണ്ടായില്ല. 10 വർഷം കഴിഞ്ഞു. സാറാ സംശയിച്ചു. ആഗാർ ഇസ്മായിൽ ഉണ്ടായി. 86 വയസ്സിൽ ഇസ്മായിൽ ഉണ്ടാകുന്നു. 17-ൽ 99 വയസ്സ് പ്രായമായപ്പോൾ ദൈവം വീണ്ടും ഇടപെടുന്നു. അങ്ങനെ 21-ല് കുഞ്ഞ് ജനിക്കുന്നു. ഇസ്ഹാക്ക് ജനിച്ചു. അപ്പോഴത്തേന് 100 വയസ്സായി. 25 വർഷം. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ 86-ാമത്തെ വയസ്സിൽ ജന്മം കൊണ്ട ഇസ്മായേല്, ദാസിയുടെ മകൻ, പരിഹാസി എന്ന് സാറാ കണ്ടിട്ട് ഈ കുഞ്ഞിനെ ഇറക്കി വിടണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവര് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണു. ഒരു തുരുത്തി വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് കുഞ്ഞിന്റെ കരച്ചിൽ എനിക്ക് കേൾക്കാൻ വയ്യാന്ന് പറഞ്ഞ് കുഞ്ഞിനെ കിടത്തിയിട്ട് ഒരമ്പിന്റെ പാട്. തീരെ കുഞ്ഞാണോ? അല്ല, യൗവനം ഇത്ര ചെറുപ്പക്കാരനാണ്. കാരണം 86-ാമത്തെ വയസ്സിലാണ് ഈ കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ 56-ഉം പിന്നെ ഈ ഒരു കുഞ്ഞുണ്ടാകുന്ന പ്രായം 10-16 വയസ്സായില്ലേ. നല്ല കൗമാരക്കാരൻ. പക്ഷെ അവൻ വിശന്ന് വാടി തളർന്നു. പാലെന്നൊക്കെ പറയുമ്പോഴും കൗമാരമാണ്. ആ കൗമാരത്തിലൊക്കെ നല്ല വിശപ്പാണ്. കൊച്ചുപിള്ളേരുടെ പുറകെയൊക്കെ നമ്മൾ കഴിക്കാൻ നടക്കണം. പക്ഷെ കൗമാരക്കാരന്റെ ഒക്കെ പ്രായം 15-16 വയസ്സൊക്കെ വല്ലതും കഴിക്കുന്ന പ്രായമാണ്. ആ പ്രായം നല്ല പ്രായം. ഈ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് അമ്മ ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നു, കുഞ്ഞിനെ താങ്ങി എഴുന്നേൽപ്പിക്കുമ്പോൾ അവിടെ ഒരു ഉറവ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്നു, അവൾ അവിടെ നീരുറവ കണ്ടു. 21:15 നീരുറവ കണ്ടു. പ്രിയപ്പെട്ടവരെ, ആ ബാലിന് വേണ്ടി, കൈവിടപ്പെട്ടു പോയ ആ ബാലിന് വേണ്ടി ദൈവം കരുതുന്നുണ്ട്. 22-ാം അധ്യായം എത്തിയപ്പോഴത്തേന് ദൈവം അബ്രഹാമിന്റെ ആവശ്യം പരീക്ഷിച്ചു. 22-1 ഇങ്ങനെ കാണുന്നു. അനന്തരം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. ദൈവം ടെസ്റ്റ് ചെയ്യത്തില്ല, ടെംപ്റ്റ് ചെയ്യത്തില്ല, പക്ഷെ ദൈവം പരീക്ഷിക്കും, പ്രലോഭിപ്പിക്കത്തില്ല. God never tempts, but he tests our faith. വിശ്വാസത്തിന്റെ പരിശോധനകളുണ്ട്. ഇതാണ് അബ്രഹാമിനുണ്ടായത്. എന്താണ് പരീക്ഷിച്ചത്? നീ എഴുന്നേറ്റ് നിന്റെ കുഞ്ഞിനെ യാഗം കഴിക്കണം. അബ്രഹാമിന്റെ പ്രത്യേകത അനുസരിക്കാനല്ലാതെ ഈ മകൻ അറിയില്ല. ആദ്യകാലത്ത് എഴുന്നേറ്റു, കുഞ്ഞുമായിട്ട് യാത്ര തിരിച്ചു. ബാല്യക്കാരൊക്കെ ഉണ്ട്, വിറകെല്ലാം എടുത്തുകൊണ്ട് പോയി. അതിന്റെ ചുവട്ടിലെത്തി, മലയുടെ ഒത്തിരി യാത്ര ചെയ്ത് ബാല്യക്കാരെ എല്ലാം അവിടെ നിർത്തിയിട്ട് അബ്രഹാം വിറക് കെട്ടെടുത്തിട്ട് ഈ മകന്റെ തോളി വെച്ചു. എനിക്ക് അബ്രഹാമിനോട് ഇന്നും ഒരു സങ്കടം തോന്നാറുണ്ട്. ഈ സാധുവായ ഒരു വിധവ സ്ത്രീ രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 2 വിറക് കഷ്ണം എടുത്തുകൊണ്ട് പോകുക. കാരണം അവർക്ക് ഒരു അപ്പം ഉണ്ടാക്കിയാൽ മതി, അതിനുള്ളത് ഉള്ളു അവിടെ. ഇതങ്ങനല്ല, ഒരു കുഞ്ഞ് ദഹിച്ചു കീറും, അതും ചെറുപ്പക്കാരൻ. അപ്പൊ എത്ര വയസ്സായി കാണും? 100-ാമത്തെ വയസ്സിൽ
കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞ് ബാല്യക്കാരനായി, തീരെ ചെറുപ്പക്കാരനല്ല. അപ്പോൾ അവനൊരു 10-17 വയസ്സ് പ്രായമായി കാണും. തീരുമാനത്തിന്റെ ഒക്കെ ഒരു ശേഷിയെത്തി. അപ്പം 25 വർഷമായി അപ്പത്തിന് ഇറങ്ങി തിരിച്ചിട്ട് 75 ഇറങ്ങുന്നത്. 25ഉം 10ഉം 35ഉം 7ഉം 40, 42 വർഷങ്ങളായി. ഒരു 4 പതിറ്റാണ്ട്, 5 പതിറ്റാണ്ട് അടുത്തുള്ള ഒരു യാത്രയാണ്. അപ്പൊ എന്തിനാണ് ഈ മകന്റെ മകളിലേക്ക് വിറകെടുത്ത് വെച്ചു കൊടുത്തെന്ന് ചോദിച്ചാൽ അതിനൊരു കാര്യമുണ്ട്. കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അബ്രഹാം ഇങ്ങനെ ഈ കുഞ്ഞുമായിട്ട് നടന്നു പോകുമ്പോൾ പിതാവാം ദൈവം തന്റെ പുത്രനായ ഏകജാതന്റെ തോളിലോട്ട് കുരിശു വെച്ചുകൊണ്ട് അതിനനുവദിക്കപ്പെട്ട് ഗോകുൽത്ത മുതല് ഗബ്ബത മുതല് ഗോകുൽത്ത വരെ നടന്നു നീങ്ങുന്ന ഒരു ഏകജാതനായ പുത്രനെ കാണുന്നുണ്ട്. കാലസമ്പൂർണതയിൽ അത് അബ്രഹാം ദീർഘദർശനത്തിൽ മനോമുഖരത്തിൽ കണ്ടു കാണാം. ഈ മോനിങ്ങനെ നടന്നു പോകുമ്പോൾ നെഞ്ചു പൊട്ടുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്, മൃഗവയുടെ 22:8 ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. എനിക്ക് വേണമെന്നില്ല, ദൈവം തനിക്ക് വേണമെങ്കിൽ നോക്കും എന്ന് പറഞ്ഞാൽ അബ്രഹാം ഒരു കാര്യം അറിയാം, എന്റെ മോന്റെ കാര്യം അവന്റെ ആവശ്യമാണ്, എന്റെ ആവശ്യമല്ല, ദൈവത്തിന്റെ ആവശ്യം. നമ്മൾ പലപ്പോഴും ഈ മക്കളുടെയൊക്കെ കാര്യത്തില് പ്രയാസപ്പെടുന്ന ദൈവം. എത്ര പേർക്ക് പറയാൻ കഴിയും ദൈവം തനിക്ക് വേണമെങ്കിൽ എന്റെ മുഖത്തിന്റെ കാര്യം നോക്കുമെന്ന്? കാരണം മക്കൾ എന്റേതല്ലല്ലോ, തന്റേതല്ലേ. മക്കൾ നമ്മുടേതല്ലല്ലോ, മക്കൾ തന്റേതാ. ദൈവം നമ്മളെ ഇങ്ങനെ ഏൽപ്പിച്ചെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. മക്കൾ നമ്മുടേതല്ല പ്രിയരെ, മക്കളെല്ലാം അവന്റേതാ, അവിടുന്ന് നോക്കി. അപ്പൊ അബ്രഹാം ഇങ്ങനെ പറയാൻ കാര്യമാണ്, നിർണായകമായ ഒരു സമയത്ത് നെഞ്ചു പുലർത്തുന്ന ഒരു ചോദ്യമാണ് ഈ മോൻ ചോദിക്കുന്നത്. പക്ഷെ മറുപടി ഒട്ടും താമസിച്ചില്ല. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളു. ഞാൻ അബ്രഹാമിനോട് ചോദിച്ചു, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ മറുപടി എങ്ങനെ പറയാനൊത്തത്? അബ്രഹാം പറഞ്ഞ മറുപടി, 75ാമത്തെ വയസ്സില് ഞാൻ ഇറങ്ങി തിരിച്ചതാ. കുറച്ച് നീണ്ടില്ല, ലോത്ത് മുഴുവൻ കൊണ്ടുപോയി. ഇതിനിടയ്ക്ക് പലവട്ടം മിസ്രൈമിൽ പോയി, ക്ഷാമം വന്നു, ഒത്തിരി പരീക്ഷണങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയി. പക്ഷെ അവിടെയെല്ലാം ഞാൻ അനുഭവിച്ച ഒരു കർത്താവുണ്ട്, കരുതുന്ന ഒരു കർത്താവിനെ. 5 പതിറ്റാണ്ടിനടുത്ത് ദൈവത്തോടൊപ്പം ഇറങ്ങി തിരിച്ച, എവിടാ പോയെന്നറിയാമോ? എവിടേക്ക് പോകണമെന്നറിയാതെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്ത ഈ അബ്രഹാമിന് 5 പതിറ്റാണ്ടുകൾക്ക് അടുത്ത് അനുഭവിച്ച ഒരു കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അവൻ കരുതുന്ന ദൈവ, കരുതുന്ന ദൈവ. എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ന് വിശ്വസിക്കാൻ കഴിയും അവൻ കരുതുന്ന ദൈവമാണ്? കരുതുന്ന ദൈവം. ഈ കുഞ്ഞിന് വേണ്ടി കരുതിയില്ലേ? കരുതി. ഞങ്ങളുടെ അടുത്ത് മരിച്ചുപോയൊരു പാസ്റ്ററുണ്ട്, എരുമേലിക്കാരനാ. വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നാ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എത്രയോ വർഷം മുമ്പ്. അപ്പോൾ സന്ധ്യയില് വാടക കുടിശ്ശികയുടെ കാര്യം പോലെ വാടക വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്ത് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഭക്തന്റെ വായിൽ ദൈവം കൊടുത്ത വരികളാണ്, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, ചെങ്കടലിലും വഴി തുറക്കാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു ഈ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടില്ല യഹോവ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടില്ല യഹോവ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ദൈവം കരുതുന്ന ദൈവം. ഇസാക്കിന് വേണ്ടി കരുതി. വീണ്ടും നമ്മൾ വേദപുസ്തകത്തിന്റെ താളുകൾ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തില് കാണുന്നൊരു കാഴ്ചയുണ്ട്. മോശക്കുഞ്ഞിനെ ഇങ്ങനെ കർത്താവ് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. പിന്നെ ഫറവോന്റെ കൊട്ടാരം, അവിടെ നിന്നുള്ള യാത്ര, ഇതെല്ലാം കഴിഞ്ഞിട്ട് ദൈവം മോശയോട് ആവശ്യപ്പെടും, നീ പോയിട്ട് എന്റെ ജനത്തെ ആരാധനയ്ക്കായിട്ട് വിട്ടയക്കാൻ പറയണം. മോശ ഒഴിവ് പറയുന്നുണ്ട്. അത് ഒഴിഞ്ഞു മാറ്റമല്ല, അവന്റെ അവസ്ഥയാണ്. എന്താ ഈ കുഞ്ഞു സഹോദരൻ പറയുന്നത്? പ്രായമായി,
40 വർഷത്തെ കൊട്ടാരം, പിന്നെ മരുഭൂമി. ഞാൻ വാക്സാമർത്ഥ്യവും ഇല്ലാത്തവരാണ്, വിക്കനാണ്. എന്താ എന്റെ കാര്യം? വാക്സാമർത്ഥ്യം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു വാക്ക് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷെ അവര് പലതിലും പുറകിലായിരിക്കും. പഠിക്കാനാണെങ്കിലും 4 വാക്ക് കൂട്ടി പറയാൻ പാടാ, പിന്നെ പറയുമ്പോൾ വിൽക്കുക. എന്തുമാത്രം അപകർഷത ആ മനുഷ്യന് കാണും. ഇന്നിപ്പോ സൂമിന്റെ ക്ലാസ്സുകളൊക്കെ നടക്കുക, ഓൺലൈൻ ക്ലാസ്സുകളാണ്. മിടുക്കര് പിള്ളേരൊക്കെ ആണെങ്കിൽ ടീച്ചർ ഇങ്ങനെ സിനിമാ നടിയെ പോലൊക്കെ ഒരുങ്ങിയാണ് പല ടീച്ചർമാരും ഒരുങ്ങിയൊക്കെ വന്ന് ടി വിക്കകത്തൊക്കെ വന്ന് അവരിങ്ങനെ പടാന്ന് ലെക്ചർ ചെയ്ത് പോകുമ്പോൾ എത്ര മക്കൾക്ക് അത് ഫോളോ ചെയ്യാനൊക്കെ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ മിക്കരും വാക്സാമർത്ഥ്യം ഒക്കെ ഇല്ലാതെ പോകുന്നവരും അവരെയും മുമ്പിൽ കൊണ്ടിരുന്ന ഒരു ദൈവമുണ്ട്. ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും അവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മാറി നിൽക്കും. പക്ഷെ പിമ്പരെ എന്നും മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കുകയും കുലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ കുലഹീനവും നികഷ്ടവുമായതിനെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവം. ഞാൻ വിക്കനാണ്. നീ മുമ്പോട്ട് പോകുമ്പോൾ രൂത്തിന്റെ പുസ്തകം, മോവാബി സ്ത്രീയാ. ആരായി മോവാബിയ? ഒരു ശാപം കിട്ടിയ തലമുറയാ. പലരും പറയത്തില്ലേ ഞങ്ങളുടെ കുടുംബത്തില് ഒത്തിരി ദോഷങ്ങളുണ്ടെന്ന്. അങ്ങനെ എന്തോ ശാപങ്ങളുണ്ട്. ആ ശാപം റിയലാ. ലോകത്തിന്റെ ഒരു ഇടത്തുനിന്നുള്ള ഒരു ശാപം ഇങ്ങനെ ആ തലമുറയെ വേട്ടയാടുന്നു. അപ്പൊ ആ തലമുറയിലൊക്കെ പിണന്നുപോയ ഒരു പെൺകുട്ടി ചെറുപ്പത്തിലെ വിധവയായി. ഈ ചെറുപ്പത്തിൽ വിധവയാകുന്നത് വലിയ പാടാ. നമ്മുടെ നാട്ടില് ഭാരത സംസ്കാരം എന്നൊക്കെ നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ പോലും ഭാരത സംസ്കാരത്തിന്റെ ഒരു കറുത്ത വശമായിരുന്നു സതി എന്ന് പറയുന്ന ഒരു കാര്യം. കുറെ നല്ല കാര്യങ്ങളൊക്കെ ഭാരത സംസ്കാരത്തിലുണ്ട്. പെൺകുട്ടി മരിച്ചുപോയാൽ അന്ന് ശൈശവ വിവാഹം ഉണ്ടായിരുന്നു. എൻ്റെ വല്യമ്മ എൻ്റെ അപ്പച്ചനെ കെട്ടിയത് 10ാമത്തെ വയസ്സിലെങ്ങാണ്ട, 10-12 വയസ്സ് അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പച്ചന് അന്ന് 13 വയസ്സ്. അപ്പൊ അങ്ങനെയൊക്കെ കല്യാണം കഴിച്ച ഈ ഒരു 3 തലമുറയ്ക്ക് മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കെട്ടും പൊട്ടും അറിയാത്ത സമയത്ത് കല്യാണം കഴിക്കുന്ന മക്കൾ. അപ്പൊ ഈ 13-14 വയസ്സുള്ള മക്കളൊക്കെ ചിലപ്പോൾ അസൂരി വന്നും കൊളറ വന്നും ഒക്കെ മരിച്ചു. ഈ പെൺകുട്ടിയെ, ചെറുപ്പക്കാരെ, വിധവമാരെ അമ്മച്ചിമാരെ തന്നെയല്ല, 2 കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിലൊന്ന് ക്രൂരമായൊരു കാര്യമാണ്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിങ്ങനെ വിധവയായി പോയാലും കൊച്ചു പെണ്ണാന്നേ പോലും അവളെ ആ ചിതയ്ക്കാ തള്ളിയിടും. ഒരു തരത്തിൽ അതിനോട് സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിലും ചിലപ്പം തോന്നുക നല്ല കാര്യമാണ്. തെറ്റിദ്ധരിക്കല്ലേ, വിധവയ്ക്ക് ജീവിക്കാൻ കൊള്ളാത്ത നാടാ ഇത്. ചെറുപ്പക്കാരത്തി ഒരു പെണ്ണ് മരിച്ചു പോയാൽ ഭർത്താവില്ലാതെ ജീവിച്ച അവ കിടന്നുറങ്ങാനൊക്കത്തില്ല, രാത്രി വന്ന് കൊട്ടു. എന്നോട് എത്രയോ മക്കള് പറഞ്ഞിട്ടുണ്ട് വിധവയാക്കപ്പോ. ഡയറക്റ്റ് ആയിട്ടൊക്കെ വന്ന ബന്ധുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ട്, കഥ പറഞ്ഞു തരാമോ? പറയുന്നുണ്ട് ഭാരപ്പെടുക. വിധവയ്ക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന നാടല്ലാത്തതുകൊണ്ടാ കാരണന്മാരെ കുത്തി ചെതയിലിട്ടത്. കൊച്ചെ നീ ജീവിച്ചിരിക്കുന്നതിനും ഭേദം മരിക്കാടി കൊച്ചെ, നിനക്ക് പറ്റിയ നാടല്ല ഇത്. അങ്ങനെ അതിനൊക്കെ വ്യാഖ്യാനിച്ചുകൂടെ? ഇത് എക്കാലത്തും ശരിയാ, വിധവമാർക്ക് ജീവിക്കാൻ പറ്റാത്ത നാടാ. അതുകൊണ്ടാണ് ഈ രൂത്തി ചെല്ലുമ്പോൾ പ്രത്യേക ഒരു കൽപ്പന ബോസ് പറയുന്നുണ്ട്, ബാല്യക്കാരോട് ഈ കൊച്ചിനെ ശല്യം ചെയ്യരുത്, ബാല്യക്കാർ അവളെ തുടരുത്. കാരണം അന്നും ഈ കൊച്ചു പെമ്പിളാർക്കൊക്കെ വിധവയായി പോയാൽ ജീവിക്കാൻ പാടാ. പക്ഷെ ഒത്തിരി പ്രയാസപ്പെട്ട് എന്നും ഈ വിധവമാരുടെ ചെറുപ്പത്തിലെ വൈധവത്യമൊക്കെ നേടിക്കളഞ്ഞവർക്ക് അവർ ചിലപ്പോൾ ചെല്ലങ്ങ് മിടുക്കരാകും. എന്നാൽ പോലും എന്തുമാത്രം അവരെ പയറ്റി തെളിയണം, ഒഴുക്കത്തിനെതിരെ നീന്തി തിടണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ജീവിതമൊക്കെ കളഞ്ഞ് ജീവിക്കുന്ന ഒത്തിരി വിധവമാരുണ്ട്. അങ്ങനെ ഒരു വിധവയുടെ ചരിത്രം നമ്മൾ വേദപുസ്തകത്തില് സാറാഭത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിന് ഈ വിധവമാരോട് ഭയങ്കര കരുതലാ. അടുത്തിടയ്ക്ക് ഞാന് വൈധവത്വത്തിന്റെ ഏറ്റവും വലിയ നൊമ്പരം കണ്ടത് ഒരമ്മയെന്നാ. ആ അമ്മയെ മദ്യപിക്കുന്ന ഭർത്താവ് അടിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അട്ടിച്ച് സൈഡൊക്കെ ഇങ്ങനെ തകർന്നു പോകുന്നു.
കസേരയെടുത്ത് അടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് കയറിയിട്ടുമുണ്ട്. അപ്പൊ ഒരു വട്ടത്തെ അടി അവിടെ ആ അമ്മയുടെ സൈഡ് ഇങ്ങനെ തകർത്തു പോയി. പിന്നെ ആയുർവേദം ആശുപത്രി മരവിപ്പ് കോച്ച് കൊടുത്ത് അവർക്ക് ആ സൈഡ് മുഴുവൻ ഒരു സെൻസേഷൻ ഇല്ല. എന്നിട്ടും ഒന്നും അറിയിക്കാതെ പോലെ ഒരു മകനുമേ ഇങ്ങനെ ഓർത്ത് ജീവിക്കുക. അടുത്തിടയ്ക്ക് ഞാൻ ഒത്തിരി നാളിൽ കണ്ടപ്പം ചോദിച്ചു, ആന്റി പണ്ടത്തെ അടിയുടെ ആ വേദനയുണ്ടല്ലോ സൈഡ്, അതിപ്പോ എങ്ങനെയുണ്ട്? പാസ്റ്ററെ ദൈവം ഒരു അത്ഭുതം ചെയ്തു പാസ്റ്ററെ, അത്ഭുതമായിരുന്നു, അതങ്ങ് ഓക്കെ ആയി. ഉയ്യോ എന്റെ കർത്താവ് എന്നെ സഹായിച്ചത്. ഞാൻ ചോദിച്ചു അതെന്താ കാര്യം? അപ്പം മരിച്ചു കഴിഞ്ഞപ്പം മോന്റെ സമയമായപ്പം അവന് ഇഷ്ടപ്പെടാതെ വന്നപ്പോ അവന് ഒറ്റ അടി അടിച്ചു. അപ്പൻ അടിക്കുന്ന ഈ ചെവിയിലായിരുന്നു, അടി പുറകിന്നായിരുന്നു അടിക്കുന്നത്. ഇവൻ അടിച്ചത് ഇപ്പുറത്താ. അടിയങ്ങേറ്റു, കിണ്ണോന്നൊരു സൗണ്ട് കേട്ടു. ഏതല്ല അപ്പൻ അടിച്ചത് എങ്ങാണ്ട് ഡിസ്ലൊക്കേറ്റ് ആയി കിടക്കുമായിരുന്നു, അതങ്ങ് ഓക്കെ ആയി മോന്റെ അടിയോടുകൂടി. അവർ ചിരിച്ചോണ്ടാ പറയുക. ഒരായുസ് മുഴുവൻ അപ്പൻ അടിച്ചു, ഇന്നൊരായുസ് മുഴുവൻ മോനടിക്കുക. അപ്പന്റെയും മോന്റെയും ഒക്കെ അടി ഇങ്ങനെ ഏറ്റുവാങ്ങുന്നു എത്രയോ മക്കൾ. എനിക്ക് ആകെപ്പാടെ അത്ഭുതം തോന്നി. ഞാനൊക്കെ ആയിരുന്നു എനിക്ക് തോന്നിയൊരു പോയിട്ടുണ്ട് സത്യത്തിൽ, അന്ന് ചത്തുപോയത്തില്ലേ. പക്ഷെ അവരപ്പോഴും അതും ദൈവപദ്ധതിയായിട്ട് കാണുക, ഭർത്താവിന്റെ അടി മാറ്റാൻ മോനെ കൊണ്ട് അടിപ്പിച്ചത്. കർത്താവ് കൊടുക്കുന്ന ഒരു സമാധാനമായിരിക്കും. അങ്ങനെ ഈ പെൺകുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കാലാ പറക്കിക്കോട്ടെ. കൊച്ചു പെണ്ണ, അവിടെ മാത്രമല്ല അമ്മയുടെ വയറൂടെ പോറ്റണം. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത് ആ വയലിന്റെ ഉടമസ്ഥയായിട്ട് മാറിയെന്ന്, ബോസിന്റെ ഭാര്യയായിട്ട് മാറി. അതിലും പ്രത്യേകത, കാലസമ്പൂർണതയിൽ കാലത്തൊടുത്തി പിറന്ന കർത്താവായ യേശുവിന്റെ വല്യമ്മച്ചിയായി. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട കർത്താവായ യേശു. അപ്പൊ ഈ വിധവയ്ക്ക് വേണ്ടി കാലാ പറക്കാൻ ഭാരപ്പെട്ടവർക്ക് വേണ്ടി കരുതിയ ഒരു ദൈവമില്ലേ. അവൻ വിധവയെ കരുതുന്ന ദൈവ, അവൻ വിക്കനെ കരുതുന്ന ദൈവ. പിന്നെ നമ്മൾ പോകുമ്പോൾ എസ്തേറിന്റെ പുസ്തകത്തില് 2-ാം അധ്യായത്തില് 7-ാമത്തെ വാക്യം. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തില് കാണുന്നുണ്ട്, സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചരിത്രമാണ് എസ്തേർ. ഈ വസ്തിരാജ്ഞിയൊക്കെ ഒഴിവാക്കി എസ്തേറിന്റെ ചരിത്രം ആരംഭിക്കുമ്പോൾ അതിനൊരു കാര്യമുണ്ട്. മൊർദെഖായി എന്ന മനുഷ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആദരവ് എനിക്ക് ആ മനുഷ്യനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് ആ നാട്ടിലേക്ക് ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ അവൻ തന്നെ ഭാരമാണ്. പക്ഷെ ആ ഓട്ടത്തില് ഒരു പെൺകുട്ടിയെ കൂടെ കൊണ്ടുവന്നു. ആ പെൺകുട്ടി തന്റെ ചിറ്റപ്പന്റെ മോള, അങ്കിളിന്റെ മോള്, ഉപ്പാപ്പന്റെ മോളായിരിക്കും, കസിന. ഇന്ന് ഈ കസിൻ എന്നൊക്കെ പറയുന്നത് യാതൊരു അർത്ഥമില്ലാത്ത വാക്കുകളാണ്. ഹീസ് മൈ ഫാസ്റ്റ് കസിൻ, സെക്കൻഡ് കസിൻ എന്നൊക്കെ വലിയ ജാടെ പറയും, യാതൊരു ആത്മാർത്ഥതയില്ല. ചേടത്തിയനത്തി മക്കളും ചേമ്പലപ്പുറത്തെ വെള്ളം എന്ന് പറയാറ്. പണ്ടത്തെ വെച്ചല്ല, ചേടത്തിയനത്തി മക്കളും ചേമ്പലപ്പുറത്തെ വെള്ളവും കുറെയൊക്കെ ഇതിനകത്തൊക്കെ സത്യമുണ്ട്. ഈ കസിൻസ് കൂടപ്പുറപ്പുകൾ തമ്മിൽ ബന്ധങ്ങൾ കുറവാണ്, പിന്നല്ലേ കസിൻസ് എന്നൊക്കെ പറയും. പക്ഷെ ഈ കസിൻസിനെ ഒത്തിരി ദുരുപയോഗപ്പെടുത്തിയ ലോകമായിരുന്നു. 1000 കഥകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എന്തുമാത്രം കുഞ്ഞുങ്ങൾ വേദനപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. കസിൻസിനാൽ ജീവിതം തകർക്കപ്പെട്ട, മുറിവുകൾ പേറുന്ന. അതുകൊണ്ടാണ് നമ്മൾ വല്ല ഇപ്പോഴും ബന്ധുവീടുകളിലൊക്കെ പിള്ളേരെ കിടത്താൻ കൊടുക്കാൻ മടിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എളിയദാസിനോട് 1000 മക്കൾ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു. അപ്പനും അമ്മയും മരിച്ചുപോയ ചിറ്റപ്പന്റെ മോളെ കൊണ്ട് ഈ പരുന്ത്
കൊണ്ടുപോകാതെ, പുള്ളവും കൊണ്ടുപോകാതെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന പോലെ ഒരു ചെറുപ്പക്കാരൻ ഈ പെങ്ങളിനെ നോക്കുക. അനാഥയുടെ ദൈവം. പിന്നെ നമ്മൾ കാണുന്നു എസ്തേർ ആ രാജ്യത്തിന്റെ പട്ടമഹിഷിയായി, അഹശ്വേരോശ് രാജാവിന്റെ രാജ്ഞിയായി, ഒരു സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം അവളെ ഉപയോഗിച്ചു. ആരെ കരുതി? അനാഥനെ കരുതിയ ദൈവം. എന്നും അനാഥരോട് ദൈവത്തിന് ഭയങ്കര ആദരവാണ്. ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ വെക്കേഷന്റെ സമയമായി, വീട്ടിലോട്ട് പോവുക. അപ്പൊ ഇങ്ങനെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഹോസ്റ്റൽ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. ആ ഒരുക്കങ്ങള് ഇങ്ങനെ തകൃതിയായി നടക്കുമ്പോൾ സന്തോഷമാണ്. പിറ്റേ ദിവസം വീട്ടിൽ പോകുന്നതിന്റെ ഓട്ടമാ, ബഹളാ. ഇപ്പൊ കൂടെ പഠിച്ചൊരു പെൺകുട്ടി ഇങ്ങനെ ഭൂമിയായിട്ടിരിക്കുന്നു. അവിടെ മുഖത്തേക്ക് ഞാൻ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നേ? അവളോട് ചോദിച്ചു, നിനക്ക് തന്നെ ഭയങ്കര സന്തോഷം? ഓഫ് കോഴ്സ്, നാളെ വീട്ടിൽ പോകുന്നതിന്റെ സന്തോഷമാണ്. ഇവളെന്നെ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണ് നിറഞ്ഞ് ഒഴുകിയിട്ട് പറഞ്ഞു, നിനക്ക് വീട്ടിൽ പോകുന്നതിന്റെ സന്തോഷമല്ലേ? ഞാൻ നാളെ എവിടാ പോവുക? അവൾ അനാഥശാല എന്നുള്ള കുട്ടിയാ. ഞാൻ നാളെ അനാഥശാലയിലേക്ക് പോകും. നിന്നെ കാത്തിരിക്കുന്ന പോലെ അത്രയും ആവേശത്തോടെ എന്നെ അവിടെ ആരും കാത്തിരിക്കില്ല. അതുകൊണ്ട് അവധി എന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ അർത്ഥം തരുന്ന ഒന്നുമല്ല. അപ്പൊ അനാഥന് ഒരിക്കലും ജീവിതത്തില് അർത്ഥങ്ങൾ കുറവായിരിക്കാം. പക്ഷേ അപ്പനും അമ്മയും മരിച്ചുപോയ ഈ കുട്ടിക്ക് വേണ്ടിയും കരുതിയ ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. എസ്തറിന് വേണ്ടി കരുതി. ഇനിയും 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തില് മിസ്രൈമിൽ ഇങ്ങനെ സിക്ലാഗിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഈ അമാലിക്കരുമായിട്ടൊക്കെ യുദ്ധം ഉണ്ടാകി. അപ്പോഴാണ് ഈ ദാവീദിന്റെ ഒക്കെ അവരുടെ ഭാര്യമാരെയും പെൺകുഞ്ഞുങ്ങളെ സ്ത്രീകളെയും ഒക്കെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അവരെ ഇങ്ങനെ പിന്തുടർന്ന് പിടിക്കണോ വേണ്ട എന്നൊക്കെ ദൈവത്തോട് ചോദിച്ചപ്പം കർത്താവ് പിന്തുടരാനുള്ള സിഗ്നലൊക്കെ കൊടുത്തിട്ട് ദാവീദ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ 30-11 ഒരു മിസ്രൈമിൻ ഇങ്ങനെ തളർന്നു കിടപ്പുണ്ട്. ഇവർ അവനെ താങ്ങിയെടുത്തിട്ട് അത്തിയടയും 2 മുന്തിരിക്കൊലയും കൊടുത്തു, ഉണക്ക മുന്തിരിക്കൊല. എഴുതി വച്ചിരിക്കുന്ന, അപ്പോൾ അവൻ ചൈതന്യം പ്രാപിച്ചു. ഇവനെ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് ഇവർ ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയേ? അപ്പോൾ അവൻ പറഞ്ഞു, ഞാന് മിസ്രൈമി ബാല്യം അമാലേക്കരുടെ സേവിച്ചു വരികയായിരുന്നു. പക്ഷെ 3 നാൾ മുമ്പ് എനിക്ക് ദീനം പിടിച്ചു, പട്ടാളമാ. അപ്പൊ അവരെന്നെ ഇട്ടേച്ചു പോയി. 3 ദിവസമായിട്ട് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ട് അവനെയാണ് ഇങ്ങനെ താങ്ങി എഴുന്നേൽപ്പിക്കുക. അതൊക്കെ ഒരു സിമ്പലാണ്. ദീർഘനാള് രോഗം വന്നു പോയ കൂടെ പോകുന്നവിടെ യാത്ര വിഘ്നമാകും. അപ്പൊ അവര് കളഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് കളയും. ഈ ദീർഘനാളുകൾ ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ട ഒന്നാണ്. അവര് ബന്ധുക്കൾക്ക് ഒരു ഭാരമാണ്. 1 2 25 വർഷത്തോളം കിഡ്നിയൊക്കെ ഫെയിലായി പോയി 10 വർഷം ഡയാലിസിസ് ചെയ്ത ഒരു പെങ്ങളുടെ ചരിത്രം എനിക്കുണ്ട്. ലോങ് ടൈമിലൊക്കെ ഇങ്ങനെ കിടന്നൊക്കെ പോയ മാതാപിതാക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും പലർക്കും അവര് ഭാരം. അങ്ങനെ ഇട്ടേച്ചു പോയവന് വേണ്ടി അത്തിയടയും മുന്തിരിക്കരയും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. രോഗം വന്നവർ തകർന്നു പോയവരെ കരുതുന്ന ഒരു ദൈവം. മറ്റുള്ളവർക്ക് അവർ ഭാരമാണെന്ന് തോന്നിയാൽ അപ്പോൾ അവന് ഉയർ വീണു എന്ന് കാണുന്നു. ഇനി 2 ശമൂവേൽ 9 രാജാവ് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ദാവീദിനെ കുറിച്ച് 2 ശമൂവേൽ 4 ഒരു വാക്യമുണ്ട്. അവൻ ഈ മുടന്തരെയൊക്കെ പിണക്കായിരുന്നു. പക്ഷെ സീബ എന്ന ഭൃത്യനോട് ചോദിക്കുന്നുണ്ട്, യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ആ കൂട്ടത്തിൽ വല്ലവരും ഉണ്ടോ? അപ്പം പറഞ്ഞു, 2 കാലം മുടന്തി പോയിട്ട് ഒരു മനുഷ്യനുണ്ട്, മെഫീബോശെത്ത്. അവനെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ താമസിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഡിഫറൻ്റ്ലി ഡിസേബിൾഡ്.
വികലാംഗനെ നോക്കി ഇന്ന് ഉപയോഗിക്കത്തില്ലല്ലോ, ഭിന്നശേഷിക്കാരൻ. ശാരീരിക വൈകല്യം വന്നവര് അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ചത്ത നായെ പോലുള്ള എന്നെ നീ എന്തിനാ കൊണ്ടുവന്നു എന്നാൽ അവനെ കുളിക്കുന്ന ചത്ത നായെന്ന. ചത്തയിലൊക്കുമേ ജീവിച്ചിരിക്കരുത്, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു. എത്ര വികലാംഗപ്പെട്ട മക്കളുള്ള അപ്പനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒറ്റ ആഗ്രഹമുള്ളൂ പാസ്റ്ററെ, ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഇവൻ മരിക്കണം. ഞങ്ങളുള്ളപ്പോക്കെ ഇവനെ നോക്കത്തില്ലേ, ഞങ്ങളൊക്കെ മരിച്ചു പോയാൽ പിന്നെ ചേട്ടന്മാരുടെ ഭാര്യമാർക്കും മക്കൾക്കും ഒക്കെ ഇവര് ബുദ്ധിമുട്ടാകത്തില്ല. ഭിന്നശേഷിക്കാരൻ. പക്ഷെ ഭിന്നശേഷിക്കാരനായ അവന്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയി, അനാഥപ്പെട്ടു പോയും പിന്നെ എങ്ങനെ ജീവിക്കും? പക്ഷെ അവന് വേണ്ടിയും കർത്താവ് കരുതി. ഈ വശത്ത് ഭിന്നശേഷിക്കാരന് വേണ്ടി കരുതിയ ഒരു ദൈവമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് ഒരു ശിംശോൻ ഇങ്ങനെ കഴുതയുടെ താടിയിൽ കൊണ്ട് കൊന്നു രണ്ടെന്നൊക്കെ പറഞ്ഞ് കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആവേശത്തോടെ നിൽക്കുക. പക്ഷെ പെട്ടെന്ന് അവൻ ദാഹിച്ചിട്ട് മരിച്ചു പോകും തോന്നി. ഒരു സമയത്ത് അവൻ വലിയ മിടുക്കനായിരുന്നു, പെട്ടെന്നാണ് ഈ അടി പതറിപ്പോകുന്നത്. ഇതൊക്കെ എപ്പോഴും സംഭവിക്കുന്ന വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ട് പെട്ടെന്ന് അടി പതറിപ്പോകും. അങ്ങനെ അടി പതറി പോകുമ്പോൾ അവൻ നിലവിളിക്കുന്നുണ്ട്. അപ്പം ലേഹിയില് ന്യായാധിപന്മാർ 15-16 ലേഹിയിൽ ഒരു കുഴി പിടരുമാറാക്കി. അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു എന്ന് കാണുന്നു. ലേഹിയില് ഒരു കുഴി പിളർന്നു, അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. സാറാഫത്തിലെ വിധവയുടെ അടുത്തേക്കൊക്കെ ഏലിയാവ് പോകുന്നുണ്ട്. അപ്പൊ പോകുമ്പോ ഒരടയൂടെ കൊണ്ടുവരാൻ പറയുമ്പോൾ അവള് പറയുന്നത്, എന്താടാ ഏതടാ? ഒരു പിടി മാവും ഇച്ചിരി എണ്ണയുണ്ട്, 2 വിറകെടുക്കാൻ വന്നാ ഒരടയുണ്ടാക്കി കഴിച്ചിട്ട് മരിക്കാൻ. പക്ഷെ വിധവയെ കരുതി കലത്തിലെ മാവ് കുറഞ്ഞില്ല, തറണിയിലെ എണ്ണ കുറഞ്ഞില്ല. പിന്നെ അപ്പാ ഈ ദൈവം ആരാ? പ്രവാചകനെയും പുലർത്തി, വിധവയും പുലർത്തി. വിധവയ്ക്ക് വേണ്ടി പ്രവാചനം ഒരുക്കി, പ്രവാചകന് വേണ്ടി വിധവ ഒരുക്കി. ദൈവം പുലർത്തുന്ന ദൈവം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പത്രോസ് ഒരിക്കൽ വന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, അപ്പാ നാളെ കരമടയ്ക്കണ്ടേ? ഓർപ്പിക്കുക. ഇന്നും അമ്മമാരൊക്കെ വന്ന് പറയും, നാളെ ചിട്ടി അടയ്ക്കണം, കാറിന്റെ ലോൺ നാളെ അടയ്ക്കണം, ലാസ്റ്റ് ഡേറ്റ്, അക്കൗണ്ടിൽ പൈസ വേണം. മൊറട്ടോറിയം കള്ളത്തരമാണ്. ഇതെല്ലാം കൂടെ പിന്നെയും തൊല്ലയാവും. KSEBിയുടെ ബില്ല് ഇതുവരെയും പലരും അടച്ചിട്ടില്ല കേരളത്തിൽ. പടുകുറ്റം ബില്ലാ വന്നേക്കുന്നത്, എന്നാന്ന് പോലും ആർക്കും അറിയത്തില്ല. 10,000 ഇവിടെ 30,000 രൂപയൊക്കെ വന്ന് കിടക്കും. ഞങ്ങളുടെ ഹോളും എല്ലാം ഹോളില്ലായിരുന്നു, പിന്നെ എങ്ങനെ കാശ് ഇത്രയും കറണ്ട് ചാർജ് വന്ന് തമ്പുരാന് മാത്രം അറിയുന്നു. ഇവന്മാരോടൊക്കെ ആരാ സംസാരിക്കുന്നത്? അപ്പൊ അവര് പറയും തവണയാക്കി തരാം. ഇതെല്ലാം തൊല്ലയാ. ഇപ്പോഴൊക്കെ അവന്മാർ ഇച്ചിരി മര്യാദ കാണിക്കും, ഇച്ചിരി കഴിയുമ്പോൾ ഇതെല്ലാം കട്ടാക്കും. മൊറട്ടോറിയം വെറും കള്ളത്തരം എന്ന് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഒന്നിച്ചടയ്ക്കണ്ടേ? പിന്നെ 3 മാസം നീളം എന്നൊക്കെ പറയുമ്പോൾ പിന്നെയും ഭാരം കൂടുമല്ലേ? ഒരു സ്മൂത്ത് ആയിട്ടൊരു കാര്യം പൊക്കോണ്ടിരുന്ന അങ്ങ് പൊക്കോളും. നമ്മളങ്ങനെ കൃകൃത്യ പ്ലാൻ ചെയ്യും. എവിടെങ്കിലും ഒന്ന് തെറ്റിയാൽ മതി, എല്ലാം തെറ്റും. ഒരാശുപത്രി അറിയാതെ കയറുകയും അവിടെ ഒരു 50,000 രൂപ ബില്ലാകുകയും ചെയ്താൽ എല്ലാം തെറ്റും. അങ്ങനെ ഈ തെറ്റലുകൾ ഉണ്ടാകും, മനഃപൂർവ്വമല്ല. അങ്ങനെ തവണകളൊക്കെ മുടങ്ങിപ്പോയി, നാളെ അടയ്ക്കണം, ലാസ്റ്റ് ഡേറ്റാ. കർത്താവ് പറഞ്ഞു, നീ പോയിട്ട് ചൂണ്ടയെടുക്ക്, മീനെ പിടിക്ക്, അതിന്റെ വായി ചതുരമപ്പണം കാണും. അടവുകളൊക്കെ തെറ്റിപ്പോയാൽ ഒരു പക്ഷേ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. നാളെ എങ്ങനെ ചെയ്യുമെന്ന്. ഹൗസിംഗ് ലോണും പിള്ളേരെ പഠിപ്പിക്കാനും, ചില കൊച്ചുങ്ങളെ പുറത്തൊക്കെ വിട്ടിട്ടുണ്ട് വലിയ ലോണൊക്കെ എടുത്ത്. അവിടെ ചെറിയ ജോലി കിട്ടുമെന്നൊക്കെ ഓർത്ത് അതുമില്ല ഇതുമില്ല എല്ലാമായി. പക്ഷെ ഒന്നെനിക്കറിയാം, ചതുരമപ്പണം കൊണ്ട് അത്ഭുതം ചെയ്ത ഒരു ദൈവമുണ്ട്.
തവളകൾ തുടങ്ങിയവർക്ക് വേണ്ടി അവൻ കരുതുന്ന ദൈവ. പിന്നെ കാണുന്നുണ്ട് രാത്രി മുഴുവൻ ഇങ്ങനെ അധ്വാനിച്ചിട്ട് രണ്ട് കുറെ പേര് ഇങ്ങനെ രാവിലെ വെളുപ്പാങ്കാലത്ത് വരുന്നുണ്ട്, ഒന്നും കിട്ടിയില്ല. ഞാനിത് ഇന്ന് ധ്യാനിക്കുന്നൊരു വിഷയ. യോഹന്നാൻ അവസാന അധ്യായം, തിബരിയാസിന്റെ കടൽക്കരെ. ഒരായുസ് മുഴുവനൊക്കെ ഈ ഗൾഫിലൊക്കെ അധ്വാനിച്ചിട്ട് കാര്യമായി ഒന്നും ഉണ്ടാക്കാത്ത ഒത്തിരി പ്രവാസികളുണ്ട്. പക്ഷെ അവർ അധ്വാനിച്ചുകൊണ്ട് പെങ്ങളെ കെട്ടിച്ചു, പെങ്ങളുടെ പിള്ളേരെ പഠിപ്പിച്ചു, അവരുടെ പിള്ളേരെ പഠിപ്പിച്ചു, അച്ഛൻ്റെ അമ്മയുടെ കാര്യം നോക്കി വീട് വെച്ചു. ഇത്രയൊക്കെ ചെയ്തോളൂ. ഇനി ഒന്ന് സേവ് ചെയ്യാന്നൊക്കെ ഇരിക്കുമ്പോഴാണ് ജോലി പോകുന്നത്. എല്ലാം തകർന്ന് വീട്ടിലേക്ക് വരുന്ന ഈ പ്രവാസികളെ കൊറോണ ഉള്ളതിന്റെ പേര് നാട്ടുകാർക്കും വേണ്ട. പക്ഷെ ഒന്നെനിക്കറിയാം, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച്, ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ച് വരുന്നവരെ കാത്തിരിക്കുന്ന ഒരു കർത്താവ്. കനലിച്ചുട്ടാടിയും അപ്പൊക്കെ ഒരായുസ് മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ശേഷിപ്പിക്കാതെ കാര്യമായി ഒന്നുമില്ലാതെ വരുന്നവർ, അവരെ കാത്ത് തിബരിയാസിന്റെ കടൽക്കരയിൽ ഒരാളുണ്ട്. അവൻ കരും ദൈവം. മിസ്രൈമിന് ഇങ്ങനെ ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു വരുമ്പോഴേ എന്തെല്ലാം അത്ഭുതങ്ങളാ കരുതിയത്. ചെങ്കടലിൽ വഴി ഒരുക്കി, കടലിനടിയിൽ ഒരു വഴി. കടലിനടിയിൽ വഴി ഒരുക്കാൻ PWD ഒക്കുവോ? പക്ഷെ ഇവർ അത്ഭുത മന്ത്രിയാ. മരുഭൂമി തണലെടുക്കാൻ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കുവോ? 1 കോടി തൈ വെച്ചെന്നും പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം കോടിക്കണക്കിന് രൂപ പ്രോജക്റ്റ് ഇട്ടു, അത് ചെലവായതല്ലാതെ ഇന്ന് വരെ ഇവിടെ ഒരു മരവും കെടുത്തു വന്നില്ല. മരത്തിന്റെ പേരിൽ ഒത്തിരി ഉത്സവങ്ങൾ നടന്നല്ലാതെ ഒരു മരവും ഇവിടെങ്ങും വന്നില്ല. മരം നിൽക്കുന്നതെല്ലാം പിള്ളേർ നട്ടവുള്ളൂ. പക്ഷെ മരുഭൂമിയിൽ അവൻ മരം വെച്ച് പിടിപ്പിച്ച് കാണും. പകൽ മേഘസ്തംഭം, പിന്നെ രാത്രി ഇങ്ങനെ ലൈറ്റ് അടി. ഇത്രയും 40 ലക്ഷത്തിന് ഇങ്ങനെ കൊണ്ടുപോകാൻ ആർക്ക് കഴിയും? അതും മരുഭൂമിയിൽ. പക്ഷേ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിനും കഴിയാത്തത് അവൻ മരുഭൂമി കരുതി വെളിച്ചം രാത്രിയിൽ. ഭക്ഷണത്തിനോ ആകാശത്തൊന്നും മന്നയെ ഒഴിപ്പിച്ചു. ഫുഡ് കോർപ്പറേഷൻ കഴിയുമോ? ചെയ്തു. കടലിൽ നിന്ന് കാടപ്പക്ഷിയെ കൊണ്ടുവന്നു. ആർക്ക് കഴിയും? ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കുവോ? കരുതി. ഇനി ഏറ്റവും വലിയൊരു കരുതലുണ്ട്. എബ്രാലേഖനം പറയുന്നു, അവൻ നമുക്ക് വേണ്ടി ഏറ്റവും വലുതൊന്ന് മുൻകരുതി. അത് കർത്താവായ യേശുവിനെയാണ്. ലോകാരംഭം മുതൽ അവൻ കരുതി വെച്ചു. കാലസമ്പൂർണ്ണതയെ കാലത്തൊഴുത്തിൽ കലാതീതനായി പിറന്ന കർത്താവായ യേശു, അവൻ നമുക്കായി കരുതും. അവൻ നമ്മെ പുലർത്തും. ഇന്ന് രാത്രി എന്നോടൊപ്പം ഈ സൂമി പങ്കുചേർന്നിരിക്കുന്നവരെ, ലോകം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. വലിയ പട്ടിണി ഉണ്ടാകാൻ പോകുന്നു. പലരുടെയും ജോലി പോയി, ഹോളുകളെല്ലാം അടച്ചിട്ടേക്കുന്നു. ഉപദേശന്മാരുടെ കാര്യമൊക്കെ വലിയ കഷ്ടമാണ്. എല്ലാ നിലകളിലും മിഷൻ ഓർഗനൈസേഷൻസ് ഒക്കെ സഹായിക്കും, പക്ഷെ അവരും കഷ്ടത്തിൽ. എങ്ങനെ പോവും? പക്ഷേ എൻ്റെ കൂടെ 19 ഉപദേശിമാരുണ്ട്. എല്ലാവരും പറഞ്ഞു, പാസ്റ്ററെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, സഭ ഉള്ളതിനെക്കാട്ടും നല്ലതായിട്ട് ലോക്ക്ഡൌണിൽ തമ്പുരാൻ നടത്തി. അവന്റെ വിശ്വസ്തത, കാരണം അവന് ഗതിവേഗത്താലുള്ള ആച്ഛാദനയുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ കരുതാവും. അനാഥരെ കരുതിയില്ലേ? വികലാംഗനെ കരുതിയില്ലേ? വിധവയെ കരുതിയില്ലേ? രോഗം പിടിച്ച് കളഞ്ഞിട്ട് പോയവനെ കരുതിയില്ലേ? ഭിന്നശേഷിക്കാരനെ കരുതിയില്ലേ? വിക്കന് വേണ്ടി കരുതിയില്ലേ? ഇസാക്കിന് വേണ്ടി കരുതിയില്ലേ? രൂത്തിന് വേണ്ടി കരുതിയില്ലേ? 10 തവണ മുടങ്ങിപ്പോയവന് വേണ്ടി കരുതിയില്ലേ? രാത്രി മുഴുവൻ അധ്വാനിച്ച് വന്നവന് വേണ്ടി കരുതി വെച്ച് കാത്തിരുന്നില്ലേ? ഈ കർത്താവ് കരുതുന്ന കർത്താവ്. അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നമ്മുടെ സകല ചിന്താകളും
അവന്റെ മേലിട്ട് അവൻ നമ്മെ പുലർത്തുന്ന ദൈവം. എല്ലാ കണ്ണുകളും അടച്ച് ഇന്ന് രാത്രിയില് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെക്കാൻ അവൻ നിന്നെ പുലർത്തും. എല്ലാവരും തങ്ങളുടെ ഭാരങ്ങളെയും വേദനകളെയും എല്ലാം ഇറക്കി വെച്ചാട്ട് എന്റെ വാത്സല്യ കൂടപ്പുറപ്പ് ഫിന്നിയോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി ഈ സഭയിൽ ശുശ്രൂഷിക്കാൻ കിട്ടിയ അവസരത്തിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദമ്പുരാനെ ഏൽപ്പിച്ച ദൂത് കൈമാറും. അവൻ പുലർത്തും, അവൻ കരുതും. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധിയേ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധി. എൻ കാലം പീഡിച്ചാനുദീനം മരുഭൂവിൽ നടത്താമെൻ ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. എൻ കാലം പീഡിച്ചാനുദീനം മരുഭൂവിൽ നടത്താമെൻ ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. ഭക്ഷണപാനീയമില്ല അലഞ്ഞിടുമ്പോ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. തൃക്കൈ വന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പാലകനല്ലോ. തൃക്കൈ വന്നു തുറക്കുമ്പോൾ സർവ ജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധി. എൻ കാരം പീഡിച്ചാനുദീനം മരുഭൂവിൽ നടത്താമെൻ ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. എൻ കാരം പീഡിച്ചാനുദീനം ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. നെഞ്ചമേ നിൻ ചഞ്ചലങ്ങൾ ഒന്നും വേണ്ട, പഞ്ചമൂറി വേറ്റ നാഥൻ തഞ്ചവേകിടും. നെഞ്ചമേ നിൻ ചഞ്ചലങ്ങൾ ഒന്നും വേണ്ട, പഞ്ചമൂറി വേറ്റ നാഥൻ തഞ്ചമേകിടും. പിഞ്ചു പോകില്ലൊരു നാളും തൻ കരുണകൾ ഓർത്തു പുഞ്ചിരി തൂകിടുക നീ എന്നു മാനമേ. പിഞ്ചു പോകില്ലൊരു നാളും തൻ കരുണകൾ ഓർത്തു പുഞ്ചിരി തൂകിടുക നീ എന്നു മാനമേ. എനിക്കായി കരുതാമൻ ഉരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ. എനിക്കായി കരുതുവാനികത്തില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം തന്റെ ചേർന്ന് പാടിയാട്ട് എല്ലാവരും വീടുകളിൽ ഇരുന്നുകൊണ്ട് ആ പാട്ടൊന്ന് പാടിയാട്ട്. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്തു കാലപ്പൂരെ അതിൽ നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്തു കാലപ്പൂ കരങ്ങളടിച്ച് നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമൻ ഉരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല
നനച്ചിടുമ്പോൾ എനിക്കായി കരുതുവാൻ ഈ കത്തിയിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമല്ല അന്തുരീശകനാറിക്കത്തര നീ ഖറബാലകഥന. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ ഭാരങ്ങളെയും, എല്ലാ വേദനകളെയും, എല്ലാ നൊമ്പരങ്ങളെയും ദൈവത്തിന്റെ കാര്യം. അവൻ നിന്നെ പുലർത്തും, അവൻ നമ്മെ കരുതും. അതുകൊണ്ട് എല്ലാ വേദനകളെയും അവന്റെ കരങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ ആര് കരുതിയില്ലെങ്കിലും എല്ലാ കാറ്റഗറിയിലും പെട്ടവരെ, രോഗം വന്നവരെയും, ഭിന്നശേഷിക്കാരെയും, വിധവയും, അനാഥനെയും, പ്രവാസികളെയും, മടങ്ങി വരുന്നവരെ എല്ലാം കരുതുന്നവനെ ഞാൻ നിനക്കായി കരുതുന്നാകിയാൽ എല്ലാം അങ്ങയുടെ ചുമലിലോട് ഇട്ടോളാൻ പറഞ്ഞു. എല്ലാ വേദനകളെയും ഭാരങ്ങളെയും ഒക്കെ പിതാവിന്റെ സന്നിധി ഇറക്കി വെച്ച് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഈ സഭയെ, ഈ കുടുംബങ്ങളെ, കർത്തദാസനെ, കുടുംബത്തെ, ഒപ്പം എൻ്റെ സഹോദരൻ ഫിന്നി, കുടുംബം, കുഞ്ഞുങ്ങള് എല്ലാവരെയും സമർപ്പിക്കുന്നു. അത് ഉറപ്പി ജീവിപ്പാനിടയാക്കണേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പ്രിയ ദേവദാസനെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളോട് സംസാരിച്ച ദൈവജനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തു. ഇന്ന് രാവിലെയും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്നപ്പോൾ തലമുറയ്ക്ക് വേണ്ടി ഈ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിപ്പാൻ സഹായിച്ചു. ഞങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളോട് ദൈവം സംസാരിച്ചതിന് വളരെ വളരെ നന്ദി. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ ജേക്കബ് ബ്രദറിനും ഫിന്നി ബ്രദറിനും ഒക്കെയുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് കരങ്ങളെ ഉയർത്തി പ്രിയ ദേവദാസനെ ഓർത്തുന്ന ദൈവത്തോട് നന്ദി പറയാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്കിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ മനോഗതം, ഞങ്ങളുടെ ആവശ്യം അറിഞ്ഞ് ഇന്ന് ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം, അനാഥർക്കു വേണ്ടി, വിധവകൾക്ക് വേണ്ടി, അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടി, ജീവിതത്തിന്റെ ഏത് തുറകളിലുള്ളവർക്ക് വേണ്ടി, ദൈവമേ, ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യമാണെങ്കിലും ശാരീരികമാണെങ്കിലും ഏത് ആവശ്യമാണെങ്കിലും നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുക. ഞാൻ നിന്നെ പുലർത്താമെന്ന് അരുളി ചെയ്ത കർത്താവേ, കാക്കകളെ നോക്കിടുവീൻ, അവ വിതയ്ക്കുന്നില്ല, കളപ്പുരയിൽ കൂട്ടുന്നില്ലെങ്കിലും ദൈവം അവയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. ഇത്ര നല്ലൊരു ദൈവത്തെ പിൻപറ്റുവാൻ, ഇത്ര നല്ലൊരു ദൈവത്തെ സ്നേഹിപ്പാൻ ഇന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടെ അത് ഓർമ്മപ്പെടുത്തി ഞങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ മധ്യേക്ക് അയച്ച് ഞങ്ങൾ അറിയിച്ചത് ദൈവികാലോചന ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ, അത് ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഇനി വചനം കേട്ട ഏവർക്കും അത് അനുഗ്രഹമാകട്ടെ. ആശങ്കകളോടെ, ഭാരങ്ങളോടെ, പ്രയാസങ്ങളോടെ, വേദനകളോടെ ആയിരിക്കുന്നവരെ ഇന്ന് രാത്രി വചനം അയച്ചു ദൈവം അയക്കുന്ന വിടുതലിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നാഥ. ഹല്ലേലൂയ. പ്രിയ പ്രിൻസ് പാസ്റ്ററേയും കുടുംബമായി അവിടെയുള്ള ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടെയുള്ള ദേവദാസൻ പാസ്റ്റർ ജേക്കബിനെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യഹോവയാൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല കൂട്ടായ്മയുടെ നിമിഷങ്ങൾക്കായി സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന ഫിന്നിയും ഷീബയും കുഞ്ഞുങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യഹോവയാൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാവർക്കായും സ്തോത്രം. യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ടുത്തരമല്ലണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ദേവദാസന് ഒരിക്കൽ കൂടെ നന്ദി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളോട് അരുളി ചെയ്ത ദൈവികാലോചന ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്ക് അത് അനുഗ്രഹമായി. വി ആർ ബ്ലെസ്ഡ്. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.